കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഈ കാണുന്ന മൊണാസ്ട്രിയിലാണ് ട്ടോ. അങ്ങനെ രാവിലെ അവിടെ നല്ല സ്പെഷ്യൽ കഞ്ഞിയും ചായയൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടാണ് ഇവരാ. അതുപോലെ ഇവരെനിക്ക് കരിക്കും വെള്ളമൊക്കെ മേടിച്ചു തന്നേട്ടാ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോഴാണ് ഒരു ബയ്യ കൊട്ടയിൽ മീനൊക്കെ പിടിച്ചോണ്ട് പോകണ കണ്ടേട്ടാ. പുള്ളിനോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എനിക്ക് കാണിച്ചു തന്നു ഈ ഒരു നദിന്നാണ് പിടിച്ചത്. ഈ കാണുന്നത് ഒരു മലയാളിയാണ്. പുള്ളി ശരിക്കും നമ്മൾ അവിടെ ഇരിക്കാനായിട്ട് തിരിച്ച് റിട്ടേൺ വന്നതാണ് ട്ടാ. കാരണം നമ്മുടെ സൈക്കിൾ കംപ്ലൈന്റ് ആയി. പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു പയ്യെ നടന്നു വരാന്ന് പറഞ്ഞിട്ടാ. അത് ഇനി വീണ്ടും കുറെ റൈഡേഴ്സിനെ കണ്ട് നമ്മൾ പോണേക്കൊക്കെ ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കണ്ടുകൂട്ടണ്ടട്ടാ. അത് ഇനി വീണ്ടും കുറച്ച് റൈഡേഴ്സിനെ കണ്ടിട്ട് അവർ കുറെ സാധനമൊക്കെ നമുക്ക് വന്ന്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മെക്കാനിക് ടീം ഉണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് തന്നിട്ടാ. അത് ഇനി എൻ്റെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് ഒക്കെ കഴിച്ച് പോണേക്കാണ് ഇവരെ കണ്ടുകൂട്ടിയേട്ടാ. ഇവരിവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. ഇവർ ആസാമിലുള്ള ആൾക്കാരാണ് ട്ടാ. എന്നാൽ പിന്നെ അവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോഴാണ് ഇവരെ കണ്ടുകൂട്ടിയത്. എന്താല്ലേ ഇന്ന് ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവരെ കാണുമ്പോൾ നമുക്കും വല്ലാത്ത സന്തോഷമാണ്. ഇവർ മലയാളികളാണ്. ഇവർ ആസാമിൽ നിന്ന് വണ്ടിയെടുത്ത് യാത്ര തുടങ്ങിയവരാണ് ട്ടാ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ആൾക്കാർ ഇവിടുത്തെ നാട്ടുകാരാണ് ട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം രാത്രി അങ്ങനെ നമുക്ക് തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇവരെ കണ്ടുകൂട്ടിയത്. ഇവർ നേരെ തിരിച്ച് ആസാമിലേക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞത്.